കാരണം സാർ പറഞ്ഞു ഓൾറെഡി. കാരണം എല്ലാ കലകളും ഒപ്പം ഭക്ഷണവും അവർക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഏത് നാട്ടിലെന്നാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവരുടെ താല്പര്യം, അത് അവരോടുള്ള പെരുമാറ്റം, നമ്മുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം എല്ലാം അവരെ അത് ബാധിക്കാറുണ്ട്. അവരത് ആസ്വദിക്കാറുണ്ട്, അവരത് സ്വീകരിക്കാറുണ്ട്. ഒപ്പം അവരതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് എല്ലാ ആൾക്കാർക്കും. അപ്പോൾ അത് ഒരു അന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹം അധികം അറിയപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്തു കേരളം പോലുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റിനെ ഈ UK പോലുള്ള ഒരു രാജ്യത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ ഒരു സാംസ്കാരികത വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ സഹായിക്കുവാനും ഒപ്പം ഒരു ടൂറിസം വളർത്തുവാനായിട്ട് സാറ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞ ഒരു കൂട്ടായ്മയായിരുന്നു, എൻ്റെ മാത്രം സംരംഭമല്ല. ഇതിന് എല്ലാവരുടെയും സഹായങ്ങളുണ്ടായിരുന്നു. ഈവൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാ മെറ്റീരിയലും അവർ അയച്ചു തരാറുണ്ട്. അത് ഞാൻ എല്ലായിടത്തും അതാണ് ഞാൻ പറഞ്ഞു, ഈ ഉണ്ട് കഴിഞ്ഞ് കേരളത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി കൊടുക്കാനുള്ള ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടാവണം. അല്ലാതെ വെറുതെ വായുകൊണ്ട് പറഞ്ഞിട്ട് കൊടുത്ത് തീർക്കണതല്ലല്ലോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതെടുത്ത് കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഈ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു ബുക്കോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ വായിച്ചതിന് ശേഷമേ അതെടുത്തറിയുള്ളൂ. നമ്മളെ മാതിരി വായിച്ചിട്ട് ഉടനെ എടുത്തറിയുക എന്നുള്ള ഒരു ഇതില്ല. അവരതിനെപ്പറ്റി പഠിക്കും, അതിനെപ്പറ്റി മനസ്സിലാക്കും, അതിനെപ്പറ്റി അസസ് ചെയ്യും. എന്നിട്ട് കേരളമാണ് നല്ലതെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കും. സോ അങ്ങനെയുള്ള വളരെയധികം സഹായങ്ങൾ ടൂറിസത്തിൽ നിന്ന് ഇന്ന് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഒരുവിധം വിദേശികൾക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് കോവളം പോലുള്ള ഒരു ബീച്ച് അത് ലോക ഭൂപടത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷെ അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 10-27 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ റിസ്ക് ഏറിയതും ഒപ്പം കഠിനമായ ഒരു ജോലിയായിരുന്നു. അതാണ് സാറ് നല്ല രീതിയിൽ സാറിൻ്റെ കൂട്ടുകാരുമായിട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് ചെയ്തത്. അതുകൊണ്ട് അതൊരു ശരിക്കും നല്ലൊരു കാര്യമാണ്. അതിന് കേരള ഗവൺമെൻറ് സാറിന് അംഗീകരിച്ചിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു അത്? 1992 തോന്നുന്നു. ആ സമയത്തായിരുന്നു തോന്നുന്നു ടൂറിസം മാൻ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്. ആ സമയത്തായിരുന്നു. അതിനുശേഷവും ഹിന്ദുരത്ന അവാർഡ് ഡൽഹിയിൽ വെച്ച് കിട്ടിയിരുന്നു, വേറൊരു അസോസിയേഷൻ തന്നത്. അങ്ങനെ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറ് സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് ഏതൊക്കെ സംഘടനയിൽ മെമ്പർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ലോക്കൽ നാട്ടിലുണ്ടായിരുന്നു, കുറേ അസോസിയേഷനുകളുണ്ടായിരുന്നു. സൂര്യ ഫെസ്റ്റിവൽ ആദ്യമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നത് ഈ സെൻട്രൽ ഫോറത്തിൻ്റെ കൂടെയാണ്. സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നാട്ടിലറിയാലോ എത്ര പ്രശസ്തി കേട്ട ഒരു ഫെസ്റ്റിവലാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് അതിൽ എല്ലാ കൾച്ചറൽ വിഭാഗങ്ങളെയും നിങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ കുറേ വർഷങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നടത്തി നോക്കി. പക്ഷേ അതിനുള്ള ഓഡിയൻസ്, ഈ കൾച്ചറൽ വിഭവങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ അതിനൊരു ഡിസിപ്ലിൻഡ് ഓഡിയൻസ് വേണം. ആ ഓഡിയൻസ് പലപ്പോഴും വളരെ കുറവായിരുന്നു ഇവിടെ. അതുകൊണ്ടുള്ളൊരു കുറവ് കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് സൂര്യ ഫെസ്റ്റിവൽ നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ടുള്ള ഒരു സങ്കടം. ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവൽ ഇല്ല. പക്ഷെ അന്ന് കൊണ്ടുവന്നതും അത് നടത്താൻ നോക്കിയതും നമ്മൾ തന്നെയാണ്. അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, കേരളത്തിൻ്റെ കൾച്ചറും ഇന്ത്യയുടെ കൾച്ചറും നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കും. അതോട് അധികം ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് തുടങ്ങിയത്. പക്ഷെ അതിന് സാധിച്ചില്ല. സാറിന് മറ്റ് സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? ഹോട്ടൽസ് അല്ലാതെ മറ്റ് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് സാറിനുള്ളത്? റെസ്റ്റോറൻ്റാണ് മെയിൻ ബിസിനസ്, റെസ്റ്റോറൻ്റാണ്. പിന്നെ ഞാൻ പല ഓർഗനൈസേഷനും ഡയറക്ടറായിട്ടും ചെയർമാനായിട്ടും അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പല അസോസിയേഷനും മെമ്പറാണ്. ഈ സെന്റർ ഫോറം എന്ന് സാറ് ഞാൻ ചെയർമാനാണ്. അത് ഒരു മലയാളി ഓർഗനൈസേഷനാണ്. അതിൻ്റെ മെയിൻ ഇപ്പോൾ ഒരു ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മലയാളികളുടെ ആ ഓർഗനൈസേഷൻ്റെ താഴെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഡാൻസ് ക്ലാസ്സസ് ഉണ്ട്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ ക്ലാസ്സസ് ഉണ്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഓർഗനൈസേഷനും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു സാരഥിയായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹൈക്കമ്മീഷൻ വഴി എന്തൊക്കെ ഹെൽപ്പുകളാണ്, എന്തൊക്കെ സഹായങ്ങളാണ് ആളുകൾക്ക് ഇപ്പോൾ കേരളത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചും അറിയാൻ വേണ്ടി വരുന്ന വിദേശീയരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഹോളിഡേ വിസസൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്.
അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? ഹൈക്കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ എല്ലാ സർവീസസും കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ടുണ്ട്, വിസയുണ്ട്, അങ്ങനെയുള്ള എല്ലാ സർവീസസും ഉണ്ട്. അതെല്ലാം ഓരോ സെക്ഷനിൽ ഓരോ ഓഫീസേഴ്സ് അവർ ഡീൽ ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ മലയാളീസിന് ആസ് വെൽ ആസ് അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണോ, ഇവിടുത്തെ എന്തെങ്കിലും സഹായങ്ങൾ വേണോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാവർക്കും റെസ്പെക്റ്റീവ് ആരാന്നുള്ളത് ഞാൻ നോക്കാറില്ല. മലയാളിയാണെന്ന ഒരു ഇതുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് സഹായം എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു കൊടുക്കാം.